ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയോ അല്ലെങ്കിൽ ബസുമതി റൈസോ ഏത് വേണമെങ്കിലും, ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പച്ചരി കൊണ്ടിട്ടാണെങ്കിലും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നേരിതാക്കിയും ഒരെണ്ണം ഇച്ചിരി കനത്തിലും അരിഞ്ഞിട്ടുണ്ട്. ഈ നേരിതാക്കി അരിഞ്ഞിരിക്കുന്ന സവാള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കനത്തിൽ അരിഞ്ഞിരിക്കുന്ന സവാള നമുക്ക് അരി വേവിക്കുമ്പോൾ വഴറ്റി ചേർക്കാനുള്ളതാണ്. ഞാനിവിടെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വറുത്തെടുക്കുന്ന സവാളക്ക് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ അരി അളന്നെടുത്തിരിക്കുന്ന പാത്രത്തിന് 1.5 പാത്രം വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം അവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ഈ സമയത്ത് വേറൊരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ഗ്രാമ്പൂ, 3 വലിയ കഷ്ണം കറുവാപ്പട്ടയും 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ചൂടായ നെയ്യിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്പൈസസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട, കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ മതി. സവാള ദാ ഇപ്പോൾ ഇവിടെ വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഞാനിവിടെ ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റോളം ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അരി ഒരുവിധം റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് പതിയൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പതിയെ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും റൈസ് ഉടഞ്ഞു പോവാതെ പതിയെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂവും കിസ്മിസൊക്കെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചേക്കാം. എന്നിട്ട് മാത്രം സെർവ് ചെയ്യാം. നമ്മുടെ നെയ്ച്ചോറ് ദാ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.